ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിന്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. എന്താണ് 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പഠിക്കാനുള്ള കാരണം? 1773 തുടങ്ങിയ ആ ഒരു പ്രാക്ടീസ് അത് അവസാനിക്കുന്നത് 1947 അപ്പോൾ എന്തായി സംഭവം? 1600 ബ്രിട്ടീഷ് രാജ്ഞി ഒപ്പിട്ട് ഒരു പ്രൈവറ്റ് കമ്പനി സ്ഥാപിക്കപ്പെടുന്നു. ആ പ്രൈവറ്റ് കമ്പനിയാണ് ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എന്താ ഉദ്ദേശം? കിഴക്കോട്ട് പോയിട്ട് അവിടെയുള്ള രാജ്യങ്ങളുമായിട്ട് കച്ചവടം ചെയ്യാനുള്ള മൊണോപ്പൊളി കുത്തക അവർ നേടിയെടുക്കുന്നു, ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളിലേക്ക്. അങ്ങനെ പോയി കച്ചവടം ചെയ്ത ആ ഒരു കമ്പനി പിന്നീട് ബ്രിട്ടന് ഈ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നുള്ള പേര് നേടിയെടുക്കാൻ അവരെ വളരെയധികം സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കമ്പനിയുടെ ഇൻഫ്ലുവൻസ് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണാൻ സാധിക്കും. കാലാകാലങ്ങളായിട്ട് നമ്മൾ കോളനിയാക്കി വെച്ചിരുന്ന ആളുകളുടെ ഭാഷ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. ഇന്ത്യയിൽ കുറച്ച് വർഷത്തേക്ക് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് വന്നിട്ട് അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ലൈഡൊക്കെ ഉണ്ടാക്കുന്ന ഭാഷയിലാണ് ഇംഗ്ലീഷ് ഭാഷ. അപ്പോൾ ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായിട്ട് വന്ന ബ്രിട്ടീഷുകാർ, അതിനുവേണ്ടി കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ആ കമ്പനി ഭരണം, പിന്നീടുള്ള കിരീട ഭരണം, ക്രൗൺ റൂൾ, ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അവർ പാസ്സാക്കിയ, ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ പ്രധാനപ്പെട്ട നിയമങ്ങൾ ഫ്രം 1773 to 1947. അടുത്ത കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ നിയമങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതായിരിക്കും. അപ്പോൾ ഓരോ നിയമത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതിലേക്ക് നയിച്ച കാര്യങ്ങളുണ്ട്, അതിന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഉണ്ട്, ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്താണ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിലും പ്രധാനപ്പെട്ട 1-2 നിയമങ്ങൾ എടുത്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാം കേട്ടോ. റെഡി? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 പോകാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ മനസ്സിലാക്കുക, 1600 രാജ്ഞി ചാർട്ടറിൽ ഒപ്പിട്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒപ്പിട്ട ക്വീനിന്റെ പേരെന്താന്നുള്ളത് കമന്റ് ആയിട്ട് നിങ്ങൾ പറയുക കേട്ടോ. അങ്ങനെ ചാർട്ടറിൽ ഒപ്പിട്ട് ഫോം ചെയ്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നു, കച്ചവടത്തിന് വരുന്നു. അവരുടെ ആദ്യത്തെ പെർമനന്റ് ഫാക്ടറി ഇന്നത്തെ ഗുജറാത്തിലെ സൂറത്തിൽ സ്ഥാപിക്കപ്പെടുന്നു. അത് ഏത് വർഷമാണെന്നും കമന്റായിട്ട് പറയുക. അങ്ങനെ 1600 കച്ചവടത്തിനായിട്ട് വന്ന കമ്പനി ഇന്ത്യയിൽ പ്രധാനമായിട്ടും അവരുടെ ഒരു വേരുറപ്പിക്കുന്നത്, ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് ഒരു ആക്റ്റീവായിട്ട് ഇറങ്ങുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട യുദ്ധം എന്ന് പറയുന്നത് 1757 ബാറ്റിൽ ഓഫ് പ്ലാസി അല്ലേ. ശേഷം 1764 ബാറ്റിൽ ഓഫ് ബക്സർ. അപ്പോൾ പ്ലാസിയും ബക്സറും കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം ക്ലിയർ ആയിരുന്നു, ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം കച്ചവടം ചെയ്യലല്ല, ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കൂടെ അവരുടെ ഉദ്ദേശമാണ്. അതിനുവേണ്ടി ബക്സർ യുദ്ധം കഴിഞ്ഞ 1765 അവർ ബക്സർ യുദ്ധത്തിൽ തോറ്റ അന്നത്തെ മുഗൾ രാജാവിനെ കൊണ്ട് ഒരു ട്രീറ്റി ഒപ്പിടിപ്പിക്കുന്നു. ആ ട്രീറ്റിയുടെ പേര് എല്ലാവർക്കും അറിയാം, ട്രീറ്റി ഓഫ് അലഹബാദ്. ട്രീറ്റി ഓഫ് അലഹബാദ്, ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ പ്ലാസി യുദ്ധം മുതൽ 1757 മുതൽ, അല്ലെങ്കിൽ ആദ്യം അവർ പാസ്സാക്കിയ റെഗുലേറ്റിംഗ് ആക്ട് മുതൽ 1773 മുതലാണ് ഇന്ത്യയിലെ കമ്പനി റൂൾ, കമ്പനി ഭരണം ആരംഭിച്ചത് എന്ന് പറയപ്പെടുന്നു. അതിന് കൃത്യമായിട്ടൊരു തുടക്കം വർഷം പറയാൻ സാധിക്കില്ല. പക്ഷെ അവസാനിക്കുന്നത് 1858. 1857 നമുക്കറിയാം ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, സെപ്പോയ് മ്യൂട്ടിനി, ശിപായി ലഹള നടക്കുന്നു. അതിനുശേഷം കമ്പനിയെ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് കിരീടം, രാജ്ഞി അല്ലെങ്കിൽ രാജാവ് നേരിട്ട് ഏറ്റെടുക്കുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നു. അപ്പോൾ 1757 അല്ലെങ്കിൽ 73 മുതൽ 1858 വരെയുള്ള കമ്പനി ഭരിച്ച കാലഘട്ടമാണ് കമ്പനി ഭരണം അല്ലെങ്കിൽ കമ്പനി റൂൾ. ഈ കാലഘട്ടത്തിൽ കമ്പനി പാസ്സാക്കിയ നിയമങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. കമ്പനി പാസ്സാക്കിയതല്ല, പാർലമെന്റ് പാസ്സാക്കിയ നിയമങ്ങൾ. ക്ലിയർ? 773 റെഗുലേറ്റിംഗ് ആക്ട്, 84 പിറ്റ്സ് ഇന്ത്യ ആക്ട്, 20 വർഷം കൂടുമ്പോൾ പാസ്സാക്കിക്കൊണ്ടിരുന്ന ചാർട്ടർ ആക്ടുകൾ. 1753 അവസാനത്തെ ചാർട്ടർ ആക്ട്, ഒരുപാട് സമയം കിട്ടിയില്ല. 57 റിവോൾട്ട് നടക്കുന്നു. 58 റിവോൾട്ടൊക്കെ അടിച്ചമർത്തിയിട്ട് കിരീടം നേരിട്ട് ഭരിക്കുന്നു. കിരീട ഭരണം അല്ലെങ്കിൽ ക്രൗൺ റൂൾ അങ്ങനെ ആരംഭിക്കുന്നു അല്ലേ. അങ്ങനെ 1858 മുതൽ ഇന്ത്യ വിട്ടവർ പോയി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 947 വരെയാണ് നമുക്ക് ക്രൗൺ റൂൾ ഉള്ളത്. ക്രൗൺ റൂൾ അല്ലെങ്കിൽ കിരീട ഭരണം. അപ്പൊ കിരീട ഭരണ കാലഘട്ടത്തിൽ അവർ പാസ്സാക്കിയ നിയമങ്ങളെ നമ്മൾ അതിനുശേഷം പഠിക്കും. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, 1861, 1892, 1909, ഈ 3 നിയമങ്ങളുടെയും പേര് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്നാണ്. ഈ 909 നിയമം അന്നത്തെ വൈസ്രോയുടെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെയും പേരിൽ മോർലി മിൻഡോ റീഫോംസ് എന്നറിയപ്പെടുന്നു. നമ്മൾ ഇത് പതുക്കെ അടുത്തടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം കേട്ടോ. 919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, 935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ക്ലിയർ? ഇത്രയുമാണ് ഇന്ത്യ ഭരിക്കാൻ വേണ്ടി അവർ പാസ്സാക്കിയ നിയമങ്ങൾ. ഏറ്റവും ഒടുവിൽ 947 അവരൊരു നിയമം പാസ്സാക്കുന്നു, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947.
ആ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ എന്ത് സംഭവിക്കുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയും നിയമങ്ങളാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓരോന്നും അതിന്റെ ബാക്ക്ഗ്രൗണ്ടും നമുക്ക് കഥ രൂപത്തിൽ പഠിക്കാം. ഇത് നമ്മൾ പഠിക്കുന്നത് 1773 റെഗുലേറ്റിംഗ് ആക്ട് ആയിരിക്കും. റെഡി? ഈ ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേതാണ്? ഒരു സ്ഥലത്ത് കാണാൻ സാധിക്കുന്ന ഭാഷ അത് ഇംഗ്ലീഷ് ഭാഷയാണ്. ഇംഗ്ലീഷ് ഭാഷ. തൊട്ടപ്പുറത്ത് നമുക്ക് വലത്തിനടുത്തോട്ട് പോകണമാണല്ലോ. അത് ഏത് ഭാഷയാണ്? അത് പേർഷ്യൻ ഭാഷയാണ്. അപ്പൊ ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു കൂട്ടർ ആരാണ്? അവര് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും. പേർഷ്യൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു കൂട്ടർ ആരാണ്? മുഗൾ സാമ്രാജ്യവും ഒപ്പിട്ട നമ്മൾ നേരത്തെ പറഞ്ഞ 1765 ട്രീറ്റിയാണിത്. ട്രീറ്റി ഓഫ് അലഹബാദ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഓക്കെ, അതിലെ ഒരു ഒപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് CLIVE, ക്ലൈവ്. വെറുതെ സൂം ചെയ്ത് നോക്കിയപ്പോൾ കണ്ടാണ്. കൗതുകം ലക്ഷം കൂടുതലാണല്ലോ, അങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ് ക്ലൈവ്. ക്ലിയർ? ഈ ചിത്രത്തിലേക്ക് നമുക്ക് വരാം. ക്ലൈവ് കാര്യം നിൽക്കുകയാണ്, രാജാവ് കാര്യം ഇരിക്കുകയാണ്. പക്ഷെ ആ ഇരിപ്പിലൊരു വിധേയത്വം വന്നു കഴിഞ്ഞു അല്ലേ? ആ രാജാവ് ക്ലൈവിന് നൽകുന്ന ട്രീറ്റി. ഏത് രാജാവാണ് ട്രീറ്റി ഒപ്പിട്ടത്? നമുക്കറിയാം, ബാറ്റിൽ ഓഫ് ബക്സർ തോറ്റ രാജാവ്. ബംഗാളും അവധും മുഗൾ രാജാവും ഒരുമിച്ച് നിന്നിട്ടും ആരെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല? ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഏത് യുദ്ധത്തിൽ? ബക്സർ യുദ്ധത്തിൽ. അങ്ങനെ 1764 ബക്സർ യുദ്ധത്തിന് ശേഷം 1765 ഒരു ഓഗസ്റ്റ് മാസം 16 അവർ ഒപ്പിട്ട ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് അലഹബാദ്. അപ്പൊ ആ ഓഗസ്റ്റിനൊരു പ്രത്യേകതയുണ്ട്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് അല്ലേ? ട്രീറ്റി ഓഫ് അലഹബാദ് ഒപ്പിട്ടു, സ്വാതന്ത്ര്യം നമ്മൾ അവർക്ക് കൊടുത്തു. പിന്നീട് വേറൊരു ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നമ്മൾ ഇങ്ങോട്ട് മേടിച്ചു. റെഡി? ആ ട്രീറ്റി ഒപ്പിട്ട വ്യക്തി ആരാണ്? ആ മുഗൾ രാജാവിന്റെ പേരാണ് ഷാ ആലം രണ്ടാമൻ. ആരാണ്? ഷാ ആലം രണ്ടാമൻ. അദ്ദേഹമായിരുന്നു ബാറ്റിൽ ഓഫ് ബക്സറിൽ തോറ്റ രാജാവ്. ക്ലിയർ ആണോ? ആരാണ് ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ഒപ്പിട്ടത്? ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ഒപ്പിട്ടത് പ്ലാസിയിലൂടെ അവർക്ക് ഇന്ത്യയിൽ പേരും പ്രശസ്തിയും നേടിക്കൊടുത്ത അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സാധാരണ ഉദ്യോഗസ്ഥനായി തുടങ്ങി. പിന്നീട് ഒരു പരമപ്രധാനിയായി മാറിയ ആളാണ്. നമ്മൾ ഒപ്പിട്ട ആളുടെ പേര് കണ്ടു. ആളുടെ പേരാണ് റോബർട്ട് ക്ലൈവ്. എന്തുകൊണ്ട് ഒപ്പിട്ടു? 1764 ബാറ്റിൽ ഓഫ് ബക്സറിൽ മുഗൾ രാജാവ് ഉൾപ്പെടെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. എന്തായിരുന്നു ഈ ട്രീറ്റിയുടെ ഉദ്ദേശം? എന്തായിരുന്നു? അവർക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലെയും ഭരണം ഏറ്റെടുക്കാമായിരുന്നു. അവര് ഭരണം ഏറ്റെടുത്തില്ല. അവരെന്താ ചെയ്തത്? അവരിതാ ഈ കാണുന്ന പ്രദേശം കണ്ട, ഇന്നത്തെ ബീഹാർ, ബംഗാൾ എന്ന് പറയുമ്പോൾ വെസ്റ്റ് ബംഗാൾ, ഈസ്റ്റ് ബംഗാൾ, ഇന്നത്തെ ബംഗ്ലാദേശ്, ഒഡീഷ, ഈ പ്രദേശമാണെന്ന് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ റവന്യൂ ജനറേഷൻ അവര് ഇങ്ങോട്ട് തന്നേക്കാൻ പറഞ്ഞു. അതായത് റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നല്ല, അവിടെ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂവിൽ നിന്നും അവർക്ക് ദിവാനി കളക്ട് ചെയ്യണം, അവർക്ക് റവന്യൂ ടാക്സ് കളക്ട് ചെയ്യണം. അങ്ങനെ ഇന്നത്തെ ബംഗാൾ, ബീഹാർ, ഒറീസ ഭാഗത്തിന്റെ റവന്യൂ അവരുടെ കയ്യിലേക്ക് വരികയാണ്. വലിയ പണിയെടുക്കാണ്ട് അവരുടെ കയ്യിലേക്ക് വരുമാനം വരികയാണ്. ദിസ് ട്രീറ്റി മാർക്ഡ് the political involvement of the British in India. The beginning of the political involvement of the British in India ഏത് ട്രീറ്റിയിലൂടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ട്രീറ്റി ഓഫ് അലഹബാദ്. ക്ലിയർ? അങ്ങനെ കൊടുക്കുമ്പോൾ രാജാവിന് എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി agreed to pay, ശ്രദ്ധിക്കുക, a tribute of 26 lakhs rupees. ഓരോ വർഷവും മുഗൾ രാജാവിന് അന്നത്തെ 26 ലക്ഷം രൂപ അവർ കൊടുക്കും. അപ്പോൾ അവർ എത്രത്തോളം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്ന് നിങ്ങൾ ആലോചിക്കൂ. നമുക്ക് രാഷ്ട്രീയക്കാർ വോട്ടിന് കാശ് തരാമെന്ന് പറഞ്ഞ് ഒരു കുടുംബത്തിന് അവർ 5000 രൂപ വെച്ച് വോട്ടിന് കാശ് തന്നു കഴിഞ്ഞാൽ, അവർ ജയിച്ചു കഴിഞ്ഞാൽ അവർ എത്ര ഉണ്ടാക്കും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ ആലോചിക്കണം. 26 ലക്ഷം രാജാവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവർ എത്ര ഉണ്ടാകും? പിഴിയാൻ ബഹുകേമന്മാരായിരുന്നു ബ്രിട്ടീഷുകാർ, നമുക്കതറിയാം. അതിന് മറ്റൊരു ഉദാഹരണമാണ് ഞാനിവിടെ പറയുന്നത്. ബാറ്റിൽ ഓഫ് ബക്സറിൽ ബംഗാളിലെ നവാബ് നമ്മൾ തോറ്റു. ബംഗാളിലെ തോറ്റ നവാബിന്റെ പേര് നിങ്ങൾ പറയുക. തോറ്റ മുഗൾ രാജാവിന്റെ പേര് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതേപോലെ തൊട്ടുപുറ കിടക്കുന്ന ഇന്നത്തെ ഉത്തർപ്രദേശിൽ ലക്നൗ ക്യാപിറ്റലായിട്ടുള്ള അവധും തോക്കുന്നുണ്ട്. അവധിൽ തോറ്റ രാജാവിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തോറ്റ ബംഗാൾ രാജാവിന്റെ പേര് പറഞ്ഞാൽ മതി കേട്ടോ. അവധിൽ തോറ്റ രാജാവിന്റെ പേരാണ്, നവാബാണ് ഷുജാഉദ്ദൗള. ആ യുദ്ധത്തിൽ ഇവർ തോറ്റല്ലോ. തോറ്റ ആൾ നമ്മൾ മാക്സിമം ചൂഷണം ചെയ്യില്ലേ? 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയെ പിഴിഞ്ഞ പോലെ അവർ തോറ്റുപോയവരല്ലേ? ഇവരെ പിഴിഞ്ഞിട്ട് അന്നത്തെ 50 ലക്ഷം രൂപയാണ് വാർ ഇൻഡെംനിറ്റി ആയിട്ട് മേടിക്കുന്നത്. ക്ലിയർ ആണ്? എത്രയാണ്? 50 ലക്ഷം രൂപ, 50 lakh rupees. അപ്പൊ അത്രയും പിഴിയാനായിരുന്ന ആളുകൾ ഇവിടെ പിഴിഞ്ഞു കിട്ടുന്നതിന്റെ ഒരു ചെറിയ പങ്ക് മാത്രമേ ആർക്ക് കൊടുക്കുള്ളൂ? ഇദ്ദേഹത്തിന് കൊടുക്കുള്ളൂ.
മുഗൾ രാജാവിന് കൊടുക്കുള്ളൂ. എത്രയാണ് കൊടുത്തത്? 26 ലക്ഷം രൂപ. അപ്പോൾ അവർ എത്ര ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ ഭയങ്കരമായിട്ട് കാശ് കയ്യിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലേക്ക് ഭയങ്കരമായിട്ട് കാശ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾ ബംഗാളിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കി. ബംഗാളിൻ്റെ ഭാഗത്ത് ബംഗാളിന് ആരുണ്ട്? ബംഗാളിന് ഒരു നവാബുണ്ട്. പ്ലാസിക്ക് ശേഷം മുതലേ ബംഗാൾ ആക്ച്വലി ഇവരുടെ കയ്യിലാണ്. ബക്സറിന് ശേഷം അത് കുറെ കൂടെ ഉറപ്പാക്കിയെന്ന് മാത്രം. അപ്പോൾ ബംഗാളിലെ റവന്യൂ കളക്ട് ചെയ്യുന്ന ആരാണ്? ബംഗാളിലെ ദിവാനി റൈറ്റ്സ് ആരുടെ കയ്യിലാണ്? ദ കമ്പനി ഹെൽഡ് ദ റൈറ്റ് ടു കളക്ട് റവന്യൂ. വരുമാനം കളക്ട് ചെയ്യുന്നത് കമ്പനിയാണ്. അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആരാണ്? അപ്പോൾ റവന്യൂ കളക്ഷന് ദിവാനി എന്ന് പറയുന്ന പോലെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെ വിളിക്കുന്ന പേരാണ് നിസാമത്ത്. നിസാമത്ത് നിസാമത്ത് ആര് ചെയ്തു? നിസാം ചെയ്തു എന്ന് ആലോചിച്ചാൽ മതി. നിസാം എന്നല്ല ടൈറ്റിൽ, അത് ഹൈദരാബാദിലെ റൂളറുടെ പേരാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. നവാബ് എന്ന് ഓർത്താൽ മതി. നിസാമത്ത് നിസാമിൻ്റെ കയ്യിൽ. സോ അഡ്മിനിസ്ട്രേറ്റീവ്, ജുഡീഷ്യൽ, പോലീസ് ഫംഗ്ഷൻസ് ഒക്കെ ആരുടെ കയ്യിലായിരുന്നു? ഈ പറയുന്ന നിസാമല്ല, നവാബിൻ്റെ കയ്യിലാണ്. അപ്പോൾ മനസ്സിലാക്കുക സുഹൃത്തെ, 1765 ട്രീറ്റി ഓഫ് അലഹബാദിന് ശേഷം, ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷമുള്ള ട്രീറ്റി ഓഫ് അലഹബാദിന് ശേഷം ബംഗാളിലെ ഭരണം 2 തട്ടിലേക്ക് മാറുന്നു. ദിവാനി അവകാശങ്ങൾ കമ്പനിക്കും, നിസാമത്ത് അവകാശങ്ങൾ നവാബിനും. ഈ സിസ്റ്റമാണ് 1765 ഡുവൽ ഗവൺമെന്റ് ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത്. നമുക്ക് ഡയാർക്കി എന്ന് പറയുമ്പോൾ 919 നിയമത്തിലെ കാര്യമാണ് ഓർമ്മ വരുന്നത്. ഡയാർക്കി പ്രവിശ്യ തലത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. റിസർവ്ഡ് വിഷയങ്ങൾ, ട്രാൻസ്ഫേർഡ് വിഷയങ്ങൾ പഠിച്ചവർക്ക് ഓർമ്മയുണ്ടാകും, പഠിക്കാത്തൊരു ടെൻഷൻ ആവണ്ട, പതുക്കെ നമുക്കത് പഠിക്കാം കേട്ടോ. ഇവിടെ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? 1765 ബംഗാൾ എന്ന് പറയുന്ന പ്രദേശത്തെ ഭരണം 2 രീതിയിലേക്ക് പോകുന്നു. റവന്യൂ കളക്ഷൻ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് പോകുന്നു, പണി മൊത്തം നവാബിന്. ആ സിസ്റ്റം സക്സസ്ഫുൾ ആകില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം കാശെടുക്കുന്ന മൊത്തം ഒരു കൂട്ടരും പണിയെടുക്കുന്ന ഒരു കൂട്ടരാണെങ്കിൽ ആ സിസ്റ്റം സക്സസ്ഫുൾ ആകില്ല. 1765 തുടങ്ങിയ സിസ്റ്റം. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ ഡുവൽ ഗവൺമെന്റ് ഇൻ ബംഗാൾ ഇൻ 1765? ട്രീറ്റി ഓഫ് അലഹബാദ് ഒപ്പിട്ട വ്യക്തി ആരാ? റോബർട്ട് ക്ലൈവ്. അടുത്ത ചോദ്യം, ഹൂ അബോളിഷ്ഡ് ദി സിസ്റ്റം? വർഷം 1772. 1772 ബംഗാളിന്റെ ഗവർണറായിട്ട് വാറൻ ഹേസ്റ്റിങ്സ് വന്നപ്പോൾ ആളെന്ത് ചെയ്തു? കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേഷനും ആളേറ്റെടുത്തു. അതായത് ദിവാനി റൈറ്റും കൂടെ നവാബിന് കൊടുത്തിട്ട് എന്നാൽ ജീവിച്ചു എന്നല്ല, നവാബിന്റെ കയ്യിലിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പവർ കൂടെ ആൾ ഏറ്റെടുക്കുന്നു, നവാബിനെ ഒരു പെൻഷനറാക്കി മാറ്റുന്നു. അങ്ങനെ 772 മുതൽ ബംഗാളിലേക്ക് ബംഗാളിന്റെ കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേഷൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലേക്ക് വരുന്നു. സോ ഹൂ അബോളിഷ്ഡ് ദ ഡുവൽ സിസ്റ്റം ഓഫ് ബംഗാൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുടെ പേരാണ് വാറൻ ഹേസ്റ്റിങ്സ്. ക്ലിയർ ആണോ? വാറൻ ഹേസ്റ്റിങ്സ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അളവില്ലാത്ത എമൗണ്ട് കയ്യിലേക്ക് വരുന്നു. ആരുടെ കാലം തൊട്ട്? റോബർട്ട് ക്ലൈവിന്റെ കാലം തൊട്ട്. ബംഗാൾ കംപ്ലീറ്റ്ലി കയ്യിലേക്ക് ഏറ്റെടുക്കുന്നു. ആര്? വാറൻ ഹേസ്റ്റിങ്സ്. അങ്ങനെ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം. അപ്പൊ കമ്പനിയുടെ കയ്യിൽ ഉറപ്പായിട്ടും ഒരുപാട് കാശുണ്ടാകും. ബ്രിട്ടനിലിരിക്കുന്ന രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എന്ത് വിചാരിക്കും? നമുക്കതാ മാസം വർഷാവർഷം കമ്പനി ഇത്രയും കാശായിക്കാണ്, നമ്മൾ സ്റ്റേബിളാണ്. എന്നാൽ 1770 സോ 1765 ട്രീറ്റി ഒപ്പിട്ട് 10 വർഷം കഴിഞ്ഞിട്ടില്ല. ദ കമ്പനി വാസ് ഇൻ എ ഡയർ ഫിനാൻഷ്യൽ ക്രൈസിസ്. അതിന്റെ കാരണം എന്താണ്? ഒരൊറ്റ കാരണമേ ഉള്ളൂ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അഴിമതി. അപ്പൊ ഇത്രയും കാശ് ബ്രിട്ടന് കൊടുക്കേണ്ടിയിരുന്ന ഒരു കമ്പനി, ഇത്രയും കാശ് ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി, ഈ കമ്പനി ബ്രിട്ടന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം എന്താണെന്നറിയോ? 1600 നിങ്ങൾ കമന്റിൽ പറയുന്ന ആ രാജ്ഞിയില്ലേ, ആ രാജ്ഞി ചാർട്ടർ ഒപ്പിട്ടപ്പോൾ ഇവർ പറഞ്ഞൊരു കണ്ടീഷൻ എന്താ? വി നീഡ് മൊണോപ്പൊളി ട്രേഡിംഗ് റൈറ്റ്സ്. ഇന്ത്യയിൽ കിഴക്ക് ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോയി കച്ചവടം ചെയ്യാൻ ഞങ്ങൾക്ക് കുത്തക അവകാശം തരണം. ബ്രിട്ടനിൽ നിന്നും ബ്രിട്ടനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കമ്പനിയും അങ്ങോട്ട് പോകരുത്. അപ്പോൾ ഈസ്റ്റ് എന്ന് പറയുന്ന പ്രദേശം ഈ എംപയറിന് വേണ്ടി കൺട്രോൾ ചെയ്തത് ആരാണ്? ഈ കമ്പനിയാണ്. അപ്പോൾ കമ്പനി അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2, ഇത്രയും വലിയൊരു കമ്പനി ആകുമ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് അന്നത്തെ ബ്രിട്ടീഷ് സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകളായിരിക്കില്ലേ. സോ ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി വെർ ടു ഇൻഫ്ലുവൻഷ്യൽ. അപ്പോൾ കമ്പനി അങ്ങനെ പെട്ടെന്ന് നശിക്കാനായിട്ട് സാധിക്കില്ല. അടുത്തത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി പെയ്ഡ് 40,000 pounds, ഇന്ത്യൻ റുപ്പിയല്ലാട്ട, പൗണ്ട്സ്, ആനുവലി ടു ദ ഗവൺമെന്റ്. 1768 വരെ മുടങ്ങാതെ തങ്ങൾക്ക് കുത്തക തന്നതിന് ഓരോ വർഷവും അവർ 40,000 pound വെച്ച് അങ്ങോട്ട് അടയ്ക്കുമായിരുന്നു. അപ്പം ഇന്നത്തെ എത്ര മില്യൺ രൂപയാണ് ഇതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. 1768 അവർക്ക് കാര്യമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ മാത്രമല്ലാട്ട് ഉണ്ടായിരുന്നേ, പല സ്ഥലങ്ങളുണ്ടായിരുന്നു. ബ്രിട്ടൻ കോളനിയാക്കി വെച്ചുകൊണ്ടിരുന്ന ഇന്നത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അവർക്ക് കച്ചവടം ഉണ്ടായിരുന്നു. ഈ അമേരിക്കയിൽ അവർക്ക് വലിയ നഷ്ടം ഉണ്ടാകുന്നുണ്ട് തേയില കച്ചവടത്തിൽ.
കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേയിലയിലേക്ക് ഇല്ലീഗലായിട്ട് സ്മഗിൾ ചെയ്യപ്പെടുന്ന ഡച്ച് ടീ വരുന്നു. അങ്ങനെ ഇവരുടെ മൊണോപ്പൊളിനെ ഇത് ബാധിക്കാനായിട്ട് തുടങ്ങുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് 1773 പാസ്സാക്കിയ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. എന്താണ് റെഗുലേറ്റിംഗ് ആക്ട്? ആ പേര് പറയുന്ന പോലെ തന്നെ റെഗുലേറ്റ് ചെയ്യുക. ആരെ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ റെഗുലേറ്റ് ചെയ്യുക. ഇതേ വർഷം അതേ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ മറ്റൊരു നിയമമാണ് ടീ ആക്ട് 1773. അതായത് ഇവരുടെ കയ്യിൽ ഒരുപാട് തേയില ഇരിക്കുന്നുണ്ട്, ഈ സാധനം കച്ചവടം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതിനകത്ത് ടാക്സ് കുറച്ച് കൊടുക്കുക, അങ്ങനെ കുറച്ച് കമ്പനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. കാരണം എന്താ, ഈ കമ്പനിയെ ഫിനാൻഷ്യൽ ക്രൈസിൽ നിന്ന് പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരണ്ടേ. അങ്ങനെ 1773 ടീ ആക്ട് പാസ്സാക്കിയപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ പഠിക്കുന്നില്ല കാരണം നമ്മുടെ സിലബസിൽ വേൾഡ് ഹിസ്റ്ററി ഇല്ല. ഈ ടീ ആക്ട് അമേരിക്കയിലെ സാധാരണക്കാരെ ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ പരിണതഫലം അവരാണ് അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാകും ആളുകൾ ബോസ്റ്റൺ ടീ പാർട്ടി നടത്തിയത് അല്ലേ? ആ തേയില കവറുകൾ ഇങ്ങനെ എടുത്തിട്ട് കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞത് നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ഇന്ത്യയിൽ റെഗുലേറ്റിംഗ് ആക്ട് പാസ്സായ വർഷം 1773. ബ്രിട്ടൻ പാസ്സാക്കിയ മറ്റൊരു നിയമമാണ് ടീ ആക്ട് ഓഫ് 1773. ഇതേ വർഷമാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. എത്ര പേർക്ക് ഓർമ്മയുണ്ടാകും? ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം നമ്മുടെ സിലബസിൻ്റെ ഭാഗമല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് വായിച്ചു നോക്കാം, കണക്ഷൻ ഉണ്ട്. അമേരിക്കൻ റെവല്യൂഷൻ, ബ്രിട്ടനെതിരെ നടന്ന ആ ഒരു അമേരിക്കൻ റെവല്യൂഷൻ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരം, യൂറോപ്പിലെ പല രാജ്യങ്ങളും അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നു. ഏതാ കാലഘട്ടം? 1765 to 1783. അപ്പോൾ അമേരിക്കയിൽ റെവല്യൂഷൻ നടക്കുന്ന ആ കാലഘട്ടത്തിലാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് ടീ ആക്ട് പാസ്സാക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ചരിത്രവും ലോക ചരിത്രവും തമ്മിൽ പല സ്ഥലങ്ങളിലും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പല സ്ഥലങ്ങളിലും കോളനിയാക്കി വെച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു, ഒരു കമ്പനിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ഗ്ലോബലി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വല്ലാത്തൊരു ക്ഷീണം എത്തിയിരുന്നു. ഇത്രയും വരുമാനം ഉണ്ടായിട്ടും അവരുടെ അഴിമതി, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കറപ്ഷൻ കാരണം കമ്പനി ബാങ്ക്രപ്റ്റ് ആവുന്നു. കമ്പനിയെ ബ്രിട്ടീഷ് പാർലമെന്റ് സഹായിക്കുന്നു, ബ്രിട്ടീഷ് രാജ്ഞി സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ രാജാവ് സഹായിക്കുന്നുണ്ട്. വെറുതെ സഹായിക്കില്ല, അവർ പറയുന്നു ഇനി മുതൽ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഞങ്ങൾ റെഗുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് അവർ 1772 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് പാസ്സാക്കുന്നത്. ആ 1772 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട്, അതാണ് നമ്മൾ എങ്ങനെ പഠിക്കുന്നത്? 1773 നിലവിൽ വന്ന റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. രണ്ടും ഒന്നാണ്. ഒഫീഷ്യൽ നെയിം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് ഓഫ് 1772. നമ്മൾ അറിയുന്നത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. എന്താ പ്രത്യേകത? ഇതുവരെ ബ്രിട്ടൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാനായിട്ടൊരു നിയമം അങ്ങനെ പാസ്സാക്കിയിട്ടില്ല. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഇറ്റ് വാസ് the first step taken by the British government to regulate the affairs of company in India. First step taken by the British government. ആദ്യമായിട്ട് പാസ്സാക്കിയ നിയമം കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സമയം ആയപ്പോഴത്തേക്കും ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 സ്ഥലങ്ങളിലാണ് കമ്പനി വേരുറപ്പിച്ചത്. ഒന്ന് മദ്രാസ്, മറ്റൊന്ന് ബോംബെ, മറ്റൊന്ന് ബംഗാൾ. അപ്പോൾ ഈ 3 പ്രദേശത്തും ഗവർണർമാരുണ്ട്. മദ്രാസിലും ബോംബെയിലും ബംഗാളിലും ഗവർണർമാരുണ്ട്. അവരങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിയമനിർമ്മാണവും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിച്ചു പോവുകയാണ്. അപ്പോൾ ഇവരെന്ത് പറയുന്നു? ഇനി മുതൽ അങ്ങനെ പ്രവർത്തിച്ചാൽ പോരാ, ഞങ്ങൾക്ക് കൃത്യമായിട്ട് ചോദ്യം ചെയ്യാനായിട്ട് ഒരു ഏജൻസി വേണം. അപ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ അവരോട് ചോദിക്കും എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? വി ആർ സ്റ്റാർട്ടിങ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, അധികാര കേന്ദ്രീകരണം ആരംഭിക്കുന്നു. മദ്രാസിൻ്റെയും ബോംബെയുടെയും അവിടുത്തെ ഗവർണർമാരുടെയും അധികാരം എടുത്തിട്ട് ബംഗാളിന് കൊടുക്കുന്നു, ബംഗാളിൻ്റെ ഗവർണറിന് കീഴിലേക്ക് കൊണ്ടുവരുന്നു. സോ മനസ്സിലാക്കുക, ബോംബെയും മദ്രാസും ദേ മേഡ് സബോർഡിനേറ്റ് ടു ദ ഗവർണർ ഓഫ് ബംഗാൾ. അപ്പോൾ അതിൻ്റെ പ്രശ്നമില്ല, ഗവർണർ ഓഫ് ബോംബെ, ഗവർണർ ഓഫ് മദ്രാസ്, ഗവർണർ ഓഫ് ബംഗാളിന് കീഴിൽ. കാരണം 3 ഒരേ ടൈറ്റിൽ പോലെയല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? അങ്ങനെ വിചാരിച്ചാൽ മതി, അവർ പേര് മാറ്റുന്നു. ഗവർണർ ഓഫ് ബംഗാളിന് പ്രൊമോഷൻ കൊടുത്ത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറുന്നു. എത്രയോ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ? അല്ലെങ്കിൽ ദ പൊസിഷൻ ഓഫ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ വിച്ച് ആക്ട്? ഗവർണർ ഓഫ് ബംഗാൾ became ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അണ്ടർ ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ 772 ബംഗാളിന്റെ ഗവർണറായിട്ട് വന്നിട്ട് ആ ഒരു ദിവാനി നിസാമത്ത് പരിപാടി നിർത്തി ബംഗാളിനെ കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുത്ത ബംഗാളിന്റെ ഗവർണർ ആള് തന്നെ വിത്ത് പ്രൊമോഷൻ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് മാറുന്നു. ആളാണ് ചിത്രത്തിൽ കാണുന്നത്. ആളുടെ പേര് എല്ലാവർക്കും അറിയാം, വാറൻ ഹേസ്റ്റിങ്സ്. So the beginning of central administration in India happened through 1773 regulating act. Governor General of ഇന്ത്യ അല്ല കേട്ടോ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആകാൻ ഇനി സമയമുണ്ട്, നമ്മൾ പിന്നീട് പഠിക്കും. അത് വൈസ്രോയി ആകാൻ പിന്നെ സമയമുണ്ട്.
സോ ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാസ് വാറൻ ഹേസ്റ്റിങ്സ്. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സിനെ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഇന്ത്യയിൽ അഴിമതി കുറയ്ക്കുക, കമ്പനിയുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. ഇതാണ് വാറൻ ഹേസ്റ്റിങ്സിനെ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കേട്ടോ, വാറൻ ഹേസ്റ്റിങ്സിന് ഒറ്റയ്ക്ക് എല്ലാം നോക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ബംഗാളിലും മദ്രാസിലും മൂപ്പർക്ക് ഒരു കണ്ണു വേണം. അപ്പോൾ മൂപ്പരെ സഹായിക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ വേണം. അങ്ങനെ ആളെ സഹായിക്കുന്ന ഗവർണർ ജനറലിന്റെ കൗൺസിൽ വരുന്നു. ആ കൗൺസിലിൽ 4 പേരുണ്ടായിരുന്നു. എത്ര പേര്? 4 പേര്. 3 പേര് പോയാൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ അത് കൗൺസിൽ ഓഫ് 4 എന്നറിയപ്പെടുന്നു. അവരുടെ സീറ്റ് ബംഗാളാണ്. അതുകൊണ്ടത് ദ സുപ്രീം കൗൺസിൽ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നു. പക്ഷേ ഈ കൗൺസിലിന് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഇതിൽ ജനാധിപത്യം ഭയങ്കര കൂടുതലാണ്. അതായത് ഈ വ്യക്തിക്ക്, ഗവർണർ ജനറലിന് തോന്നുംപടി തീരുമാനമെടുക്കാനായിട്ട് സാധിക്കില്ല. ആൾക്ക് വീറ്റോ പവർ ഉണ്ടായിരുന്നില്ല. അവർ മെജോറിറ്റി പറയുന്നത് കേൾക്കണം. 4 പേരിൽ മെജോറിറ്റി പറയുന്നത് എന്താണോ അത് കേൾക്കണം. 2-2 ആയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സ്പീക്കറിനൊക്കെ ഉള്ള പോലെ ഒരു കാസ്റ്റിംഗ് വോട്ട് ഉണ്ടായിരുന്നു. സോ മനസ്സിലാക്കുക, നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഏത് ആക്റ്റിലാണ് ഇവർക്ക് വീറ്റോ പവർ കൊടുത്തതെന്ന്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇവർക്ക് വീറ്റോ പവർ കൊടുത്തില്ല. ഗവർണർ ജനറൽ ഹാഡ് നോ വീറ്റോ പവർ. ഇവരാരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എ പ്രൈവറ്റ് കമ്പനി. ഓർക്കണം, ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പൊ സൈലം ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. സൈലത്തിന് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ എങ്ങനെ അറിയപ്പെട്ടിരുന്നത്? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. എങ്ങനെയാണ്? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രിട്ടനിലെ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ, സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആയിരുന്നു ഇവരെ അപ്പോയിന്റ് ചെയ്തിരുന്നത്. അപ്പം മനസ്സിലാക്കുക, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനമായിരുന്നു ഈ കൗൺസിൽ ഓഫ് 4. 1773 റെഗുലേറ്റിംഗ് ആക്ടിന്റെ കാലഘട്ടം മുതൽ, അതായത് 1774 മുതൽ 1833 ചാർട്ടർ ആക്ട് വരെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ എനിക്ക് ഉത്തരം പറയണം. അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ 1833 ആക്ട് പഠിക്കും. ഉത്തരം പറഞ്ഞു തരണം. 1833 ഈ സുപ്രീം കൗൺസിൽ ഓഫ് ബംഗാൾ ഇല്ലാതെയാകാനുള്ള കാരണം എന്താണ്? 1833 അതിന് തക്കതായിട്ടുള്ള എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ഒന്ന് പറയണം കേട്ടോ. റെഡിയാണേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അധികാരം ഒരു വ്യക്തിയിലേക്ക് വരികയാണ്. വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്ന ഗവർണർ ജനറലിലേക്ക് വരികയാണ്. ആ വ്യക്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ബംഗാളിലെ ജനങ്ങൾക്ക് നീതി ന്യായം ഉറപ്പുവരുത്താനായിട്ട് ഒരു ജുഡീഷ്യൽ സംവിധാനം വേണ്ടേ? ഒരു ജനാധിപത്യം എന്ന് പറയുമ്പോൾ നിയമനിർമ്മാണം വേണം, നിർവഹണം വേണം, നീതിന്യായ മണ്ഡലം വേണം. ഇവിടെ നിർമ്മാണവും നിർവഹണവും ഒക്കെ ബ്രിട്ടീഷുകാരാണ്. പോട്ടെ, ഒരു നീതിന്യായ മണ്ഡലം, ജുഡീഷ്യറി വേണ്ടേ? അങ്ങനെയാണ് സുഹൃത്തെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ കോടതി സ്ഥാപിക്കപ്പെടുന്നത്. എവിടെയായിരിക്കും? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, സുപ്രീം കൗൺസിൽ ഓഫ് ബംഗാൾ. അതേ ബംഗാളിൽ എന്ത് സ്ഥാപിക്കപ്പെടുന്നു? ഇന്ത്യയിലെ സുപ്രീം കോടതി സ്ഥാപിക്കപ്പെടുന്നു. സോ 1773 ഇതേ റെഗുലേറ്റിംഗ് ആക്ടിന് കീഴിൽ സുപ്രീം കോടതി കൽക്കട്ടയിൽ സ്ഥാപിക്കപ്പെടുന്നു. ഏത് വർഷം? തൊട്ടടുത്ത വർഷം. ബിൽഡിംഗ് ഒക്കെ പണിത് ജഡ്ജിമാരൊക്കെ എത്താൻ സമയം എടുക്കില്ലേ? ഇല്ലേ? ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരും ഉൾപ്പെടുന്ന ഒരു സംവിധാനം. അന്നത്തെ ചീഫ് ജസ്റ്റിസിന്റെ പേരാണ് എലിജ ഇംഫെ. ചീഫ് ജസ്റ്റിസ് ആരാണ്? എലിജ ഇംഫെ. എൻ്റെ ചോദ്യം കമന്റ് ആയിട്ട് കാണാൻ സാധിക്കണം. വാട്ട് ഈസ് ദ പ്രസന്റ് സ്ട്രെങ്ത് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ഇപ്പോൾ എത്ര? 1+30 ആണോ? 1+33 ആണോ? 1+53 ആണോ? അതായത് ഒരു ചീഫ് ജസ്റ്റിസും എത്ര ജഡ്ജിമാരുമാണോ ഉള്ളത് എന്ന് പറയുക. കാലകാലങ്ങളായിട്ട് നമ്പർ ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട്. ഇനീഷ്യലി 1+7 ആയിരുന്നു. പോപ്പുലേഷൻ കുറവാണ്, കേസ് കുറവാണ്. പോപ്പുലേഷൻ കൂടുന്നു, കേസ് കൂടുന്നു, ജഡ്ജിമാരുടെ എണ്ണം കൂടുന്നു. ഇപ്പോൾ എത്രയാണ് പ്രസന്റ് സ്ട്രെങ്ത്? ഈ 1 ഇല്ലേ? നമ്മളിവിടെ എലിജ ഇംഫെ എന്ന് പറഞ്ഞല്ലേ, ആരാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്? ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ന്യായം കിട്ടാനായിട്ട് കോടതി അഴിമതി കുറയ്ക്കാനായിട്ട് ഒരു കാര്യം പറയുന്നു. എന്താ? ഇറ്റ് പ്രൊഹിബിറ്റഡ് ദ സെർവൻസ് ഓഫ് ദ കമ്പനി ഫ്രം എൻഗേജിങ് ഇൻ എനി പ്രൈവറ്റ് ട്രേഡ് ഓർ അക്സെപ്റ്റിംഗ് പ്രസൻസ് ഓർ ബ്രൈബ്സ് ഓർ ഗിഫ്റ്റ്സ് ഫ്രം ദ നേറ്റീവ് പീപ്പിൾ. ആ ഭാഗത്തെ ആളുകളുമായിട്ട് സ്വന്തം രീതിയിൽ സ്വകാര്യമായിട്ട് കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന പരിപാടി നിർത്തി. ആ പരിപാടി ഇനി വേണ്ടാന്ന് പറഞ്ഞു. കമ്പനിക്ക് വേണ്ടി പണിയെടുത്താൽ ശമ്പളം കിട്ടും, അല്ലെങ്കിൽ പിരിഞ്ഞു നോക്കോളാൻ പറഞ്ഞു. ആ ജനങ്ങളുടെ കയ്യിൽ നിന്നും പ്രസൻസ്, ഗിഫ്റ്റ് ഒന്നും മേടിക്കരുത്. ഈ ഡോക്ടർമാരെ കാണാൻ വേണ്ടി മെഡിക്കൽ റിപ്പ് വരുമ്പോഴത്തേക്കും അവർ ചില സാധനങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കും, നമ്മൾ കേട്ടില്ലേ? ചില വിദേശ യാത്രകൾ, വീട്ടിൽ ഫ്രിഡ്ജ്, കാറ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലുള്ള പരിപാടികൾ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. ക്ലിയർ ആണോ? അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ആ പ്രൈവറ്റ് കമ്പനിയുടെ കാര്യങ്ങൾ നോക്കുന്നത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. പക്ഷെ അവർ റെഗുലേറ്റ് ചെയ്ത് അവരുടെ കഴുത്തിലൊരു പിടുത്തം വീണു. ആരുടെ പിടുത്തം വീണു? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രൗണിന്റെ പിടുത്തം വീണു. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനോട് പറഞ്ഞു, യു ഷുഡ് റിപ്പോർട്ട് യുവർ റവന്യൂ, യുവർ സിവിൽ അഫയേഴ്സ് ആൻഡ് മിലിറ്ററി അഫയേഴ്സ് ഇൻ ഇന്ത്യ ടു ദ ക്രൗൺ. അങ്ങനെ
ആദ്യമായിട്ട് പാസ്സാക്കിയ ആ റെഗുലേറ്റിംഗ് ആക്ടിൽ എന്ത് പറയുന്നു? നിങ്ങളുടെ ഇന്ത്യയിലെ ആക്ടിവിറ്റീസ് ഞങ്ങളോട് കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കഴുത്തിൽ പിടുത്തം മുറുകിക്കഴിഞ്ഞു. റെഡി? അപ്പോൾ എന്തെങ്കിലും മോശം വാറൻ ഹേസ്റ്റിങ്സ് കാണിച്ചാൽ അത് മോശമാണെന്ന് പറയാനും ആ മോശം അനുഭവം ഉണ്ടായ ആൾക്ക് ന്യായം കൊടുക്കേണ്ട ആളുമാണ് എലിജ ഇംഫെ എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല. ആ കഥ ഒരുപാട് വാറൻ ഹേസ്റ്റിങ്സിന് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. ബീഹാറിലെ പ്രശ്നം ഉണ്ടായിരുന്നു, സ്ഥല കൈമാറ്റത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പറയാനാണെങ്കിൽ ഒരുപാട് പ്രശ്നമുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം ഒരു പ്രീവിയസ് ക്വസ്റ്റൻ നമുക്ക് പറയാം. അതാണ് ദ കേസ് ഓഫ് രാജ നന്ദകുമാർ. ദ കേസ് ഓഫ് രാജ നന്ദകുമാർ. രാജാവൊന്നും ആയിരുന്നില്ല, ബംഗാൾ ഭാഗത്തെ കളക്ടർ എന്ന് പറയുമ്പോൾ റവന്യൂ കളക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈ രാജ നന്ദകുമാറിന്റെ കേസ് അറിയപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? ഫസ്റ്റ് ജുഡീഷ്യൽ മർഡർ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ജുഡീഷ്യൽ മർഡർ ഓഫ് ഇന്ത്യ. അതായത് ഒരു കോടതി സംവിധാനം നടക്കുകയാണ്. ബാറ്റ്മാൻ സിനിമയിൽ കാണുന്ന പോലെ ഒരു കോടതി സംവിധാനം നടക്കുകയാണ്. അതിലേക്ക് ബാറ്റ്മാനെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ജോക്കർ അല്ലെങ്കിൽ ജോക്കറിൻ്റെ ആൾ എന്ത് ചെയ്യും നമുക്കറിയാം. ഉറപ്പായിട്ടും ബാറ്റ്മാൻ എക്സിക്യൂട്ട് ചെയ്യും നമുക്കറിയാം. അതായത് ഓൾറെഡി വിധി പാസ്സാക്കപ്പെട്ടതാണ്. അവിടെ പേരിന് വേണ്ടി മാത്രമാണ് ആ കേസ് നടക്കുന്നത്. ഇപ്പം നാസികളുടെ കോടതി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നാസികളുടെ കോടതി അവരെ ചതിച്ചു എന്ന് പറയുന്ന ആളുകളെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഓൾറെഡി തീരുമാനം എടുത്തിട്ടാണ് വെറുതെ ഒരു ഹിയറിംഗ് ഒക്കെ നടത്തുന്നത്. അങ്ങനെ ജീവൻ പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നാസികളെ എതിർത്ത് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതുപോലൊരു കേസായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. അതുകൊണ്ടാണ് നമ്മളതിനെ ജുഡീഷ്യൽ മർഡർ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ജുഡീഷ്യൽ മർഡറാണിത്. അപ്പോൾ ആരായിരുന്നു നന്ദകുമാർ? ആരായിരുന്നു മഹാരാജ അല്ലെങ്കിൽ രാജ നന്ദകുമാർ? ബംഗാൾ ഭാഗത്തെ ഒരു ടാക്സ് കളക്ടറായിരുന്നു കേട്ടാ. ആളും വാറൻ ഹേസ്റ്റിങ്സും തമ്മിൽ പണ്ടേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വാറൻ ഹേസ്റ്റിങ്സ് ഗവർണർ ജനറൽ ആകുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഗവർണർ ജനറൽ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് വാറൻ ഹേസ്റ്റിങ്സിന് പകരമായിട്ടൊക്കെയാണ് റവന്യൂ കളക്ട് ചെയ്യാനായിട്ട് ഇദ്ദേഹം വരുന്നത്. 1773 തനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വാറൻ ഹേസ്റ്റിങ്സ് എന്തായിട്ട് വരുന്നു? ഗവർണറായിട്ടല്ല, വിത്ത് പ്രൊമോഷൻ ഗവർണർ ജനറൽ ആയിട്ട് വരുന്നു. അഴിമതിക്കെതിരെ കൊണ്ടുവന്ന നിയമം, അഴിമതിക്കെതിരെ പ്രവർത്തിക്കാൻ കൊണ്ടുവന്ന വാറൻ ഹേസ്റ്റിങ്സ് ആളായിരുന്നു ഏറ്റവും വലിയ അഴിമതിക്കാരൻ. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ രാജ നന്ദകുമാർ വിത്ത് തെളിവ് പറയുന്നു. ആള് പലരുടെ കയ്യിൽ നിന്നും ബ്രൈബ്സ് സ്വീകരിക്കുന്നുണ്ട്. കമ്പനി വീണ്ടും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് സിനിമയെ കാണുന്ന ഒരു വലിയ രാഷ്ട്രീയക്കാരനെതിരെ നമ്മുടെ കേസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ അതിനെ എതിർക്കും, MLA മാർ മന്ത്രിമാർ അതിനെ എതിർക്കും. എന്നിട്ടോ കേസ് കൊണ്ടുവന്ന ആൾക്കെതിരെ ഒരു കേസ് കൊണ്ടുവരും. അല്ലേ? അതല്ലേ ഇന്ന് സംഭവിക്കുന്നത്. അന്നും അത് തന്നെ സംഭവിച്ചേ. ഈ പരാതി കൊടുത്ത് കുറച്ച് നാൾക്കുള്ളിൽ രാജ നന്ദകുമാറിനെതിരെ ഒരു ഡോക്യുമെന്റ് ഫോർജറി എന്നുള്ള കേസിൽ ഒരു കേസ് വരികയാണ്. ഡോക്യുമെന്റ് ആള് ഫ്രെയിം ചെയ്തെന്നും ആളാണ് അഴിമതിക്കാരനെന്ന് പറഞ്ഞ് കേസ് വരികയാണ്. രാജ നന്ദകുമാർ വിചാരിച്ചു ഞാൻ കോടതി പോകുമ്പോൾ എനിക്ക് ന്യായം കിട്ടും. പക്ഷെ മൂപ്പർക്ക് അറിയാമായിരുന്നു ന്യായം കിട്ടില്ല എന്ന്. കാരണം എന്താണെന്നറിയോ? അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എലിജ ഇംഫെ എന്ന് പറയുന്ന വ്യക്തി, ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് കൽക്കട്ട, ഹി വാസ് എ ഫ്രണ്ട് ഓഫ് വാറൻ ഹേസ്റ്റിങ്സ്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. അവർ ഒരു സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. സ്വാഭാവികമായിട്ടും വാറൻ ഹേസ്റ്റിങ്സിനെ ആര് സഹായിക്കും? എലിജ ഇംഫെ സഹായിക്കും. 1775 റെഗുലേറ്റിംഗ് ആക്ട് വന്ന് 2 വർഷമായിട്ടില്ല. ഒരു ഇന്ത്യക്കാരനെ, സത്യത്തിന് വേണ്ടി നിൽക്കാൻ ശ്രമിച്ച ഒരു ഇന്ത്യക്കാരനെ തൂക്കിക്കൊല്ലുന്നു. ദ കേസ് ഓഫ് രാജ നന്ദകുമാർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം വലിയൊരു പോക്രിയായിരുന്നു വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ഈ വാറൻ ഹേസ്റ്റിങ്സിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ആരാണ്? ഹു among the following is the only British Governor General of India to face an impeachment trial in British Parliament? ഇന്ത്യയുടെ ഗവർണർ ജനറൽ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പിന്നീട് വൈസ്രോയ് സ്ഥാനത്തേക്ക് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒരേ ഒരു വ്യക്തിക്കെതിരെ മാത്രമേ ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ബ്രിട്ടീഷ് പാർലമെന്റ്. അപ്പൊ എത്ര മോശമായിരുന്നു ആളെന്ന് ആലോചിച്ച് നോക്കൂ. ആളുടെ പേരാണ് വാറൻ ഹേസ്റ്റിങ്സ്. ഇംപീച്ച്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസിഡന്റിന്റെ കേസിൽ ഉപയോഗിക്കുന്ന ടൈമാണ്. പ്രസിഡന്റിന്റെ റിമൂവലിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൈമാണ് ഈ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നത് ഏത് ആർട്ടിക്കിളാണെന്ന് പറയണം കേട്ടോ. ഇന്ത്യൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് പറയണം. അപ്പോൾ ഇത്രയും മോശമായിട്ടുള്ള വാറൻ ഹേസ്റ്റിങ്സിനെതിരെ ബ്രിട്ടനിലെ തന്നെ ചില ആക്ടിവിസ്റ്റുകളിലെ പൊളിറ്റീഷ്യൻസ് അക്യൂസേഷൻസ് കൊണ്ടുവരുന്നു. ഒന്ന് മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ 1787 മുതൽ 1795 വരെ, 87-88 മുതൽ 95 വരെ നീണ്ടു നിൽക്കുന്ന 7 വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന കുറേ കോടതി വ്യവഹാരങ്ങൾ. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഹി വാസ് അക്വിറ്റഡ്. മനസ്സിലാക്കുക, ഹി വാസ് നെവർ ഇംപീച്ച്ഡ്. ഹി ഫേസ്ഡ് ആൻ ഇംപീച്ച്മെന്റ് ട്രയൽ. അത്രേ ഉള്ളൂ. അപ്പോൾ അഴിമതി, അഡ്മിനിസ്ട്രേറ്റീവ് എക്സസ്, മിസ്മാനേജ്മെന്റ്, അങ്ങനെ ഒരുപാട് കേസ് ആളുടെ പേരിൽ ആൾ ഫേസ് ചെയ്തു. ഇതിലെ പ്രധാനപ്പെട്ട ഒരു അക്യൂസേഷൻ നമ്മുടെ രാജ നന്ദകുമാറിന്റെ കേസായിരുന്നു. മറ്റൊന്നായിരുന്നു രോഹില വാർ. 1773 നിങ്ങൾ രോഹില ഖണ്ഡ് എന്ന് കേട്ടിട്ടുണ്ടാകും. രോഹില ഖണ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉത്തർപ്രദേശ് ഭാഗത്താണ് കാണുന്നത്. രോഹിലാസ് എന്ന് പറയുന്നത് പത്താൻ കമ്മ്യൂണിറ്റിയാണ്. അഫ്ഗാനിസ്ഥാൻ എന്നുള്ള പത്താൻ കമ്മ്യൂണിറ്റി. അപ്പോൾ അഫ്ഗാനികൾ, ലോധികൾ, ഇതൊക്കെ മെഡീവൽ ഇന്ത്യയിൽ നമുക്കറിയാം.
ഈ രോഹില വാറിൽ എന്താ സംഭവിച്ചെന്നറിയോ? അവധിലെ രാജാവിനെ സഹായിക്കാം, ഞാൻ മിലിറ്ററിയെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പർ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുവാണ്. എൻ്റെ ആ മിലിറ്ററിയെ കൊടുത്തിട്ട് മൂപ്പർ അതിൻ്റെ പേരിൽ കാശ് മേടിച്ചിട്ടുണ്ട്. പിന്നീട് അവധിലെ രാജാവിനെ മൂപ്പര് കഴുത്തിന് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവധിലെ രാജാവിനെ നമുക്കറിയാം 1764 ബാറ്റിൽ ഓഫ് ബക്സർ ഓൾറെഡി 50 ലക്ഷം രൂപ കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ കൈവച്ചിടത്തൊക്കെ അഴിമതി നടത്തിയ അതിമനോഹരമായിട്ടുള്ള ഒരാളാണ് നമ്മൾ ഈ പറഞ്ഞ വാറൻ ഹേസ്റ്റിങ്സ്. അപ്പോൾ പ്രശ്നപരിഹാരത്തിനായി കൊണ്ടുവന്ന 1773 റെഗുലേറ്റിംഗ് ആക്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് പുതിയൊരു നിയമം ആവശ്യമായിട്ട് വന്നു. ആ നിയമം ഏതാണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പം ഇത്രയും കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. നല്ലപോലെ പഠിക്കണം. ഇഷ്ടമുള്ള ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം. നമ്മൾ ഈ സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.